എല്ലാ പരീക്ഷകൾക്കും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എക്സാമുകൾക്ക് പഠിച്ചിട്ടുള്ള കുട്ടികൾ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്താ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നീറ്റ് എക്സാമിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്താൽ ഒരു ഉപയോഗപ്രദമാണോ എന്നുള്ളതാണ് കുട്ടികളുടെ വളരെ സംശയം വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം നീറ്റ് ആണെന്നുള്ള എക്സാം പേപ്പേഴ്സ് അവർക്ക് എന്തായാലും പഠിക്കുന്നതിനോടൊപ്പം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ കൂടുതൽ ഫോക്കസ് ചെയ്താൽ അവർക്ക് പ്രയോജനം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും പ്രീവിയസ് ഇയറിന് എപ്പോഴും ഒരു പ്രാധാന്യമുണ്ട്. പക്ഷെ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇപ്പൊ ഏകദേശം 25 ലക്ഷത്തോളം ആളുകളുടെ എഴുതുന്ന ഒരു എക്സാം ആണത്. നല്ല കോമ്പറ്റീഷൻ ആണ്. അപ്പൊ നമ്മൾ ഓരോ മൈന്യൂട്ട് എലമെന്റ്സിനും ഭയങ്കരമായിട്ട് പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഈ നീറ്റ് എക്സാമിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഈ നീറ്റ് എഴുതുന്ന സമയത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാൽ ചിലപ്പോൾ കിട്ടൂല. കാരണം മുൻകാലങ്ങളിൽ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇനി എന്താ ചെയ്യില്ല, ചോദിക്കാൻ ചാൻസ് കുറവാണ്. അതായത് പറയുകയാണെങ്കിൽ പാറ്റേണിൽ NTAന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പാറ്റേണിൽ ചേഞ്ച് വന്നു. ഇപ്പൊ ഒരു പാറ്റേണിൽ ഫിക്സഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതേപോലെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ തുടങ്ങിയുള്ള കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അധികമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഓൾ ഇന്ത്യ എക്സാമിനൊക്കെ ഉണ്ടാകുന്ന ഒരു പാറ്റേൺ ആയിരുന്നു. അപ്പൊ ആ ഒരു പാറ്റേണിൽ ഫിക്സഡ് ആയിട്ടുണ്ട് ഇപ്പോൾ. അതായത് 2021 മുതൽ 2023 ഇപ്പൊ 23 ലാസ്റ്റ് എക്സാം വരെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാധാന്യം കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, പ്രീവിയസ് ഇയർ അതായത് 2021 മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് എടുത്താൽ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ അല്ലാത്ത ഈ 3 വർഷത്തിൽ അല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ആയിട്ട് ചെയ്ത് പഠിക്കണം. ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ 25 to 30 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് വരുന്നത്, നമുക്ക് അസേഷൻ റീസണും അതേപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നത് ഈ പുതിയ പാറ്റേണിൽ വരുന്നത്. അതേപോലെ മാച്ച് ദ ഫോളോയിങ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് എല്ലാ സബ്ജക്റ്റിൽ നിന്നും കൂടിയിട്ടോ നമ്മള് 180 ക്വസ്റ്റ്യൻസിലാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ, അതായത് 50ഓളം ക്വസ്റ്റ്യൻസ് അസേഷൻ റീസൺ സ്റ്റേറ്റ്മെന്റ് മാച്ച് ദ ഫോളോയിങ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ട്രിക്കി ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിൽ കൂടുതൽ പ്രാക്ടീസ് വേണം. അപ്പൊ അതിന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ പോരാ, കൂടുതൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, മുൻവർഷ ചോദ്യങ്ങൾ കൂടി എടുക്കാം. പക്ഷെ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ക്വസ്റ്റ്യനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ആ ടോപ്പിക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ഒരു എസ്ക്രിപ്റ്ററി പ്രൊഡക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മുൻകാലത്ത് ഒരു ക്വസ്റ്റ്യൻ, അത് ഔട്ട് ആണോ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് NCERTന്റെ പുറത്തേക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻസും വരില്ല. അതായത് ബയോളജിയിൽ നമുക്ക് കംപ്ലീറ്റ് പറയാൻ പറ്റും, കെമിസ്ട്രിയിൽ നമുക്ക് എന്ത് കംപ്ലീറ്റ് NCERT പറയാൻ പറ്റും, ഫിസിക്സിലും പറയാം. പക്ഷെ ഔട്ട് അതായത് ഒരു ക്വസ്റ്റ്യന്റെ ഒരു എന്താ പറയാ വാല്യൂസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഔട്ട് ചോദിക്കാം എന്നുള്ള രീതിയിൽ ഫിസിക്സിൽ വരാം. അത് നമ്മൾ ഒഴിവാക്കാം. യെസ്, കറക്റ്റ് ആണ്. ഡിലീറ്റഡ് ടോപ്പിക്സ് ഒഴിവാക്കണം. നമുക്ക് ആകെ 79 ചാപ്റ്റേഴ്സ് ഇപ്പൊ വരുന്നുള്ളൂ. പണ്ട് 97 ഉള്ളടത്ത് ഇപ്പൊ 79 ചാപ്റ്റേഴ്സ് ആക്കി. പിന്നെ നമുക്ക് ഓർഗാനിക്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പ്രാക്ടിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൽ നിർബന്ധമാണ്. എങ്കിലും നമുക്ക് ഈ 25 lakh സ്റ്റുഡൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് ഏറ്റവും ടോപ്പ് 700 പ്ലസിലേക്കോ അല്ലെങ്കിൽ 650ന്റെ മുകളിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഡിലീറ്റഡ് ടോപ്പിക്സ് നമ്മൾ ഒഴിവാക്കണം. അതേപോലെ അങ്ങനെ നോക്കുമ്പോൾ 2021 മുമ്പുള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്നത് ബുദ്ധിയല്ല, അതിലെ ടോപ്പിക്സ് മാത്രം എടുക്കുക. നമ്മൾ NCERT ബേസ്ഡ് അതിന്റെ ടോപ്പിക്സ് മാത്രം എടുത്തുകൊണ്ട് അത് ഡിലീറ്റഡ് ആണോ നോക്കുക, അത് NCERT ഔട്ട് ആണോ നോക്കുക, അങ്ങനെ രണ്ടും ആണെങ്കിൽ അതോട് ഒഴിവാക്കുക. അല്ലെങ്കിൽ ആ ടോപ്പിക്സ് ഒന്ന് വായിച്ച് അത് ഇമ്പോർട്ടന്റ് ആണ്, ആ ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആണ്. ടോപ്പിക്സ് പഠിച്ചിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് വേറെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മെത്തേഡായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈപ്പ് 50 ക്വസ്റ്റ്യൻസും അതേപോലെ നമ്മൾ ഡിലീറ്റഡ് ഒഴിവാക്കുന്നു, പ്രാക്ടിക്കൽസ് പഠിക്കുന്നു, ഓർഗാനിക്സ് കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ വേറെ ആർക്കും പറ്റൂല. കാരണം ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഈ 25 ലക്ഷത്തിൽ തന്നെ നീറ്റിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് വളരെ ചുരുക്കമാണ്. ഒരു 1 lakh ഒക്കെ ചിലപ്പോൾ വളരെ ഇമ്പോർട്ടന്റോട് കൂടി ഇരുന്ന കുട്ടികളുണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ഇടയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക മക്കള്. 5-ാം തീയതിയാണ് എക്സാം വരുന്നത്. നമ്മൾ പല വീഡിയോസ് ആയിട്ട് യൂട്യൂബിൽ വരുന്നുണ്ട്, എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള കുറെ സംഗതികൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക, എന്നിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഒരു ഷെഡ്യൂൾ ആക്കി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും എന്ത് ചെയ്യുക, 5-ാം തീയതി എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റത്തെന്ന് ആശംസിക്കുകയാണ്. നേടാൻ നമുക്ക് നീറ്റ്